ശബരിമലയിൽ പാത്രങ്ങൾ വാങ്ങിയതിൽ 1.81 കോടി രൂപയുടെ അഴിമതി നടന്നെന്ന് അന്വേഷണ കമ്മീഷൻ. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി വി.എസ്. ജയകുമാറിനെതിരെയാണ് റിപ്പോർട്ട്. കള്ളബില്ലുകൾ ഹാജരാക്കി അഴിമതി നടത്തിയെന്നാണ് കണ്ടെത്തൽ. വിശദാംശങ്ങൾ അനൂപ് ശ്രീധരൻ നൽകും. അനൂപ്, ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണുള്ളത്? സ്റ്റിനി, 37 ദിവസത്തെ തെളിവെടുപ്പിനും അതുപോലെ വാദം കേൾക്കലിന് ശേഷമാണ് ഇന്ന് രാവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിന് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടിൽ വിശദമായി പറയുന്നത് 2014-15 കാലയളവിലാണ് അഴിമതി നടന്നത്. ആ സമയത്ത് ശബരിമലയിലേക്ക് പാത്രങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് 1,80,00,000-ലേറെ തുക അഴിമതിയിലൂടെ നേട്ടം കൈവരിച്ചു ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. അതിനുശേഷം ഇത് കള്ള ബില്ലുണ്ടാക്കിയാണ് ഇതുപോലെ പണം കണ്ടെത്തിയത്, പണം അഴിമതി നടത്തിയത്. അതിനുശേഷം തെളിവുകൾ അടങ്ങിയ ഇത്തരം കള്ള ബില്ലുകൾ ഉൾപ്പെടെയുള്ളവ രേഖപ്പെടുത്തിയിരുന്ന ഫയൽ നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വ്യാപകമായ അഴിമതി ഈ കാലയളവിൽ നടത്തിയിരുന്നു. അത് മറച്ചുവെക്കാൻ മറ്റ് അഴിമതികളും നടത്തി എന്ന തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്ന. ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ദേവസ്വം ബോർഡ് ചേർന്ന് അതിനുശേഷം ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ റിപ്പോർട്ടിന്മേൽ ഉണ്ടാവുക. സ്റ്റിനി.